പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന പ്രോസസ്സിലേക്ക് എങ്ങനെ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ് കുറെ ആളുകൾ നമ്മുടെ കൂടെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇത് യൂട്യൂബിൽ കാണുന്ന ആളുകള് നമ്മളുടെ ഒരു ആളുകളടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഈ ഒരു എന്താണ് നമ്മുടെ ഒരു ഫ്രീ സെക്ഷൻ നമ്മുടെ കൂടെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകള് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ വെച്ചിട്ടുണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ക്ലാസ്സും ഇതുപോലുള്ള ലൈവ് സീരീസുകളും അതുകൂടാതെ ലൈവ് ഫ്രീ സീരീസുകളും അതുകൂടാതെ നമ്മളുടെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറയുന്ന പെയ്ഡ് ക്ലാസ്സും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അലൈൻമെന്റ് മാസ്റ്ററി അല്ല, പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പെയ്ഡ് ക്ലാസ്സും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സക്സസ് എത്രയും പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പം ഫ്രീ ക്ലാസ്സും പെയ്ഡ് ക്ലാസ് താല്പര്യമുള്ളവർക്ക് അതിലേക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതിന് മുന്നേ ഞാൻ പറയാം, ഇതിലേക്കൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു കമന്റ് സെക്ഷനിൽ ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും. യൂട്യൂബിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നേരെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എങ്ങനെ നമുക്ക് സക്സസിലേക്ക് എത്താം ബ്രെയിൻ വാഷ് ചെയ്ത് എന്നുള്ളതാണ്. നമ്മളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് സക്സസിലേക്ക് എത്താം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മളുടെ ഉപബോധ മനസ്സിലെ പല കാര്യങ്ങളും ഹാർഡായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും കാര്യങ്ങളൊന്നും നേടിയെടുക്കാനായിട്ട് വളരെ സമയവും ബുദ്ധിമുട്ടും ഒക്കെ എടുക്കുന്നത്. പക്ഷെ അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്ത് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാം. അതിന്റെ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ പറഞ്ഞുതരാം. നമ്മൾക്ക് എളുപ്പമായി നമ്മൾ നേടിയെടുത്ത വളരെ നിസ്സാരമായി നമ്മൾ നേടി ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ ബാലികേറ മലയൊക്കെ ചെയ്ത് നിങ്ങൾ ഓരോ കാര്യങ്ങളും നേടിയെടുക്കാമെന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്ന പ്രോസസ് അല്ല ഇത്. വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന് പറയുന്ന ഒരു എനർജി ബേസ്ഡ് യൂണിവേഴ്സ് ആണ് ഇതെന്നുള്ള ഇത് ഊർജത്തിന്റെ ലോകമാണെന്നുള്ള പരമമായ സത്യത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈസിയായി നിങ്ങളുടെ ലൈഫിൽ നേടിയെടുത്ത കാര്യങ്ങളെ പറ്റി ചെക്ക് ചെയ്യുക. അതിലൂടെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡന്റിറ്റി നമുക്ക് കഷ്ടപ്പെട്ടാണ് പലപ്പോഴും കാശ് കിട്ടുന്നത്. ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? നമുക്ക് കഷ്ടപ്പെട്ടാലേ കാശ് കിട്ടുള്ളൂ, നമുക്ക് ഇന്നത് ചെയ്താലേ കാശ് കിട്ടുള്ളൂ, ജീവിതം ദുഃഖകരമായ ജീവിതമാണ് എന്നാണ് പലപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോട്ടെ ഒരാളുടെ. ഓക്കെ. അതിൽ നിന്ന് നമുക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിനെ എന്ത് പറഞ്ഞു പഠിപ്പിക്കണം? എല്ലാം എളുപ്പമാണ്. അപ്പൊ അതിലേക്കുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ എളുപ്പത്തിൽ കാരണം എപ്പോഴും നമ്മൾ ഈ ലോജിക്കൽ മൈൻഡ് എന്ന് പറയുന്ന ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ഇദ്ദേഹം നമ്മുടെ സബ് കോൺഷ്യസിനെക്കാട്ടി എടുത്തു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവനെ മറികടന്ന് മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമുക്ക് പ്രോഗ്രാം നിക്ഷേപിക്കാൻ പറ്റൂ. അതുകൊണ്ട് സക്സസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതിനുള്ള എളുപ്പവഴി എളുപ്പത്തിൽ കാര്യങ്ങൾ മുമ്പ് കിട്ടിയ കാര്യങ്ങളെ പറ്റി എപ്പോഴും ചിന്തയിൽ കൊണ്ടുവരിക, അക്നോളജി അതിനെ വിലയിരുത്തുക. അപ്പൊ ഇതാണ് ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുള്ള സെൽഫ് ഇമേജിനെ ബ്രോക്ക് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ സെൽഫ് ഇമേജിനെ ബ്രോക്ക് ചെയ്യുക. അതായത് പലപ്പോഴും നമുക്ക് ഇപ്പൊ ഒരു 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 താളത്തിൽ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പല ആളുകളുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ നോക്കിയാൽ പാറ്റേൺ ആർ സെയിം. അവരൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നില്ല, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്ഥിരമായിട്ട് ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് മാത്രം ചെയ്യുക. ഒരു സോഴ്സ് ഓഫ് വരുമാന മാർഗമുണ്ട്, അത് മാത്രം ചെയ്യുക. നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നതാണ്.
നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ മാറ്റത്തിന് ഹെൽപ്പ് ചെയ്യില്ല. അത് കാരണം അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. വളരെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യുന്ന മനസ്സിലോ ചില ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്താണ്? ഇപ്പൊ കംഫർട്ടബിൾ എന്താണ്? നിങ്ങൾക്ക് പെയിൻ കംഫർട്ടബിൾ ആണോ? നിങ്ങൾക്ക് വേദന നിരന്തരമായിട്ട് ആഹ്, ഒരാളുടെ കയ്യിൽ നിന്ന് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പുരുഷന്മാർക്കും ഉണ്ട്. അപ്പൊ ഒരാളുടെ കയ്യിൽ നിന്ന് വേദന എന്ന് പറയുന്ന ഒരു രീതി അനുഭവിച്ചു വന്ന ഒരാൾക്ക് ഹീ അയാൾ പെയിനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തു. അയാൾ പെയിൻ ഇപ്പൊ എൻജോയ് ചെയ്യണം. കാരണം എന്താണ്? അയാളുടെ ബ്രെയിൻ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുക. പലപ്പോഴും അയാൾക്ക് പെയിൻ ആവശ്യമില്ല, അയാളുടെ ശരീരത്തിന് അത് കേടാണ്. പക്ഷേ ബ്രെയിൻ അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ സുഹൃത്തുക്കളെ. നിങ്ങൾ കംഫർട്ട് സോണിലാണ്, നിങ്ങളുടെ ബ്രെയിൻ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരിക, ബ്രോക്ക് യുവർ സെൽഫ് ഇമേജ്. ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പുതിയ ബിസിനസ് തുടങ്ങുക, പുതിയ വർക്കുകൾ ചെയ്യുക, പുതിയ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, യാത്രകൾ ചെയ്യുക. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർ സോഷ്യലി ഇടപെടുക. എവറിത്തിങ് ഈസ് പ്രാക്ടീസ്ഡ്. നിങ്ങളുടെ ഇമോഷൻസ് പ്രാക്ടീസ്ഡ് ആണ്, നിങ്ങളുടെ ലൈഫ് പ്രാക്ടീസ്ഡ് ആണ്, നിങ്ങളുടെ എന്തും അറ്റ് ദി എൻഡ് ഓഫ് ദി ഇതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ബ്രോക്ക് യുവർ സെൽഫ് ഇമേജ്. വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ വർക്ക് ചെയ്തുകൊണ്ട് ഓവർകം ചെയ്യും. ലൈഫ് ഈസ് ലിമിറ്റഡ് സുഹൃത്തുക്കളെ. നിങ്ങളുടെ ഓരോ ആളുകളുടെ ലൈഫ് ലിമിറ്റഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഓരോ ആളുകളുടെയും ലൈഫ് ജീവിതം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ നോർമൽ ലൈഫിൽ നമുക്ക് ചിന്തിച്ചൂടെ, ഉജ്ജ്വലമായിട്ട് ജീവിച്ചു തീർത്തൂടെ? അപ്പം ഇത്രേ ഉള്ളൂ. അത് ഞാനൊരു പ്രാക്ടിക്കലി പറഞ്ഞാണ്. നിങ്ങൾ എക്സിസ്റ്റിംഗ് സെൽഫ് ഇമേജ് ബ്ലോക്ക് ചെയ്യുക. ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ ഒരു പ്രാവശ്യം ചെയ്യാം, വീണ്ടും പ്രാവശ്യം ചെയ്യാം. ഇത് ഒരു ടെസ്റ്റോസ്റ്റിറോൺ ലെവലൊക്കെ കൂട്ടും. നമ്മുടെ എനർജറ്റിക് ആകുമ്പോൾ, നമ്മൾ വൈബ്രന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യം എന്താണ് സുഹൃത്തുക്കളെ? നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ നിന്ന് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ആക്ഷൻസിലൂടെ അറിയാതെ കടക്കുകയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് വരാം. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അലൈൻമെന്റിലാവുക. അലൈൻമെന്റ് എന്താണ്? അലൈൻമെന്റ് എന്നുള്ള ഡീപ്പായിട്ടുള്ള സംഭവം നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക. എങ്കിലും ഒരു ചെറിയൊരു ഗ്ലിംസ് തരാം. നിങ്ങൾ അലൈൻമെന്റിലാകുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഹെൽത്തുമായിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്ന ഇമോഷൻസ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിഡോമിനന്റ് ഇമോഷൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഹെൽത്തുമായിട്ട് ചിന്തിക്കുമ്പോൾ ഹെൽത്ത്, എനിക്ക് വേദനകളാണ്. മനസ്സ് എപ്പോഴേ നിങ്ങളെ അലൈൻഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വേദനകളാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നെന്ന് പറയുന്ന മഹത്തായ സത്യം ഇവിടെ കിടക്കുമ്പോൾ നിങ്ങൾ എന്തിന് പ്രിഡോമിനന്റ് ഇമോഷൻ അത് ചെയ്യണം? എന്ത് സംഭവം നമ്മൾ വരണമെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, വെൽത്ത്, പണം. അപ്പോഴായിരിക്കും വെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട, ഇപ്പം ഡെയിലി ജോബൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ഒരു കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ മുതലാളി ഇരുന്ന് ചീത്ത കേട്ട പരിപാടിയായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള അനുഭവത്തിലേക്ക് കടക്കും. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട്, ഇപ്പം ഈസി ആയിട്ടുള്ള അത്ര വരില്ല. ചിലപ്പോൾ നമുക്ക് പൈസയ്ക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്ത ടൈംസ് ആയിരിക്കും. കടങ്ങളുള്ള ആള്, കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ, കഴിഞ്ഞ ദിവസം ഒരു ക്ലൈന്റ് അടുത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ, നിങ്ങളിപ്പോ കടമെന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണെങ്കിൽ, കടമെന്ന് വാക്കുപോലും പറയാൻ പറ്റില്ല, അതിനെ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറോടുകൂടിയും നിങ്ങൾ എടുക്കുന്ന പ്രാക്ടിക്കലായ ആക്ഷൻസിന്റെ പവർ, ഏറ്റവും പ്രധാനപ്പെട്ട സബ് കോൺഷ്യസ് മൈൻഡ്, ചെറിയ രീതിയിൽ മാത്രം ആക്ഷൻസ് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് അടുപ്പിച്ചിരിക്കും. അത് എന്ത് ആക്ഷൻ എന്നുള്ളതില്ല. ഇപ്പോൾ നിങ്ങൾ കൃത്യമായി ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. ഈ പോസിറ്റീവായിട്ട് പ്രസന്റ് ടെൻസിൽ നിങ്ങൾക്ക് എന്താ, ഞാൻ ഇങ്ങനെയാണ്, പണക്കാരനാണ്, അതാണ് ഇതാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് തോന്നൽ തന്ന് നിങ്ങൾ ആക്ഷൻ എടുപ്പിക്കും. മേ ബി നിങ്ങൾ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കുന്നു പറയുന്ന ആളിനെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാനും, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന ആളിന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാനും യൂണിവേഴ്സ് എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് ആക്ഷൻസ് എടുക്കും. അല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യരുത് സുഹൃത്തുക്കളെ. ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഹാർഡ് വർക്ക് ചെയ്യരുതെന്നല്ല, ആദ്യം നിങ്ങൾ സബ് കോൺഷ്യസ് ചേഞ്ച് ചെയ്യുക. സബ് കോൺഷ്യസിൽ ഈസിയാണ് കാര്യങ്ങൾ അത് പഠിപ്പിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് സമയം നിങ്ങൾക്ക് ഉണ്ടെന്ന് പഠിപ്പിക്കുക. ചിലർക്ക് മരണഭയം ഉണ്ടാവും, സമയം തീർന്നു പോകും. സമയമുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനെ പറ്റിയൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താ? വാട്ട് യു തിങ്ക് യു ബിക്കം. അകത്ത് മാറുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്ത് മാറും എന്നുള്ള. അപ്പൊ സബ് കോൺഷ്യസ്ലി കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യുക. കാരണം പ്രിഡോമിനന്റ് ഇമോഷൻസ് ആണ്
നിങ്ങളിപ്പോ എവിടെ നിൽക്കുന്നു, അതായത് നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി റിലേഷൻഷിപ്പ്, ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ അയാളുമായിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നിങ്ങളും അയാളും തമ്മിൽ ഭയങ്കര അന്തരം ഉണ്ടെന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തിനെ പറ്റിയാണെങ്കിൽ സുഹൃത്തുക്കളെ, എന്തിനെ പറ്റിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറ്റിയെടുക്കാനായിട്ട് കേപ്പബിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വാട്ട് യു തിങ്ക്, ശ്രീബുദ്ധൻ പറഞ്ഞു, വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും സുഹൃത്തുക്കളെ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കും. ഇനി അടുത്ത പ്രോസസ്സ്, അടുത്തത് വരുന്ന വെച്ചാല് ഡു നോട്ട് ചെക്ക് എയർലി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഇപ്പൊ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു റൂളുണ്ട്. നമ്മൾ പഠിപ്പിച്ചിരുന്ന പ്രോസസ്സ് ഒരു വർഷം, പെയ്ഡ് ക്ലാസ്സിലെ റൂളാണ്, ഒരു വർഷം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരു വർഷം ഫോക്കസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകളെ ഒരു വർഷം ഫോക്കസ് ചെയ്യുക. എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കാത്ത ആളുകളെ 10 ദിവസം ചേർത്തുകൊണ്ട് അയക്കാത്ത ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ്. ഇതൊക്കെ എന്തിനാ? കാരണം ഡു നോട്ട് ചെക്ക് എയർലി. എന്റെ ലൈഫ് അല്ല നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ലൈഫ് അല്ല മറ്റൊരാളുടെ ലൈഫ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ചിലർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും, ചിലർക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാകും, ചിലർക്ക് വെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും, ചിലർക്ക് എല്ലാം ഉണ്ടാവും, ചിലപ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോ ഈ സ്റ്റേ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഭൂമി പ്രപഞ്ചവും നിങ്ങളും തമ്മിൽ ഒന്നാണ്. നിങ്ങൾ പ്രപഞ്ചവും തമ്മിൽ വ്യത്യാസമില്ല, ക്രൂഡാണ്. പ്രപഞ്ചത്തിലുള്ള ഓരോ കണികകളും വ്യത്യസ്തമാണ്, സൂര്യൻ ചന്ദ്രനും ഒക്കെ. നിങ്ങളും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ DNA ഒരാളെ പോലെ ഐഡന്റിക്കൽ ഇല്ല. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ പ്രപഞ്ചം തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഭൂമി സൂര്യന് ചുറ്റും കൺസിസ്റ്റന്റ് ആയിട്ട് കറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചം ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ പ്ലാനറ്റ് ഇല്ല. യെസ് ഓർ നോ? ശരിയല്ലേ? അപ്പൊ അതേസമയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, അതേ കണക്ക് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് ശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളില്ല. അതേ കണക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം 2 ദിവസം ഡു നോട്ട് ചെക്ക് ഇയർലി. ഒരു ദിവസം 2 ദിവസം നാൾ വിളിച്ചു, ഞാൻ 21 ദിവസം ഒരു സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, എനിക്ക് ലൈഫിൽ ഉണ്ടായില്ല. എങ്ങനെ ഉണ്ടാവുക സുഹൃത്തെ? 21 ദിവസമാണ് ഒരു ക്രൈറ്റീരിയ. ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പക്ഷേ ഹീലിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ, നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് പോകാൻ നമ്മൾ ബെഡ് ക്ലാസ് പഠിക്കുന്നത് റിമൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. കാരണം ആൾറെഡി ചിന്തിച്ച പോസിറ്റിവിറ്റിയും റിയാലിറ്റിയായി മാറും. ഈ ഞാൻ പറയുന്നത് സ്ഥിരതയോടുകൂടി ചെയ്യുക. ഇത് ലൈഫ് ടൈം ചെയ്യാൻ ശ്രമിക്കുക. ഒരു വർഷത്തിന്റെ ഒരു വലിയ കാലയളവ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുക. അത് കൃത്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനൊരു ഇപ്പൊ നമ്മളെപ്പോലുള്ള ഒരാളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോവാം. അത് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടാവും. അപ്പൊ ഇത് സ്ഥിരതയോടുകൂടി ചെയ്യാതെ ഒരിക്കലും ലൈഫിൽ റിസൾട്ട് ഉണ്ടാവില്ല. കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? ഒരു ലോങ് ടൈം ഫ്രെയിം എടുക്കുക, അതിനെ റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ലോങ് ടൈം ഫ്രെയിമിലേക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാലയളവിലെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അത് വച്ച് നിങ്ങൾ അടുത്ത രീതിയിലേക്ക് ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് സ്ഥിരതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ പെയ്ഡ് കമ്മ്യൂണിറ്റി പറയുന്നത്, നമ്മൾ ഈ ഗ്രൂപ്പിലും ഒക്കെ പറയുന്നതാണ്, മേക്കിംഗ് മണി സൂപ്പർ ഈസി. പൈസ ഉണ്ടാക്കുന്ന വളരെ എളുപ്പമാണെന്ന് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാനുള്ള മാർഗം വരൂ. കാലങ്ങളായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാശ് ഉണ്ടാക്കുന്ന പാടെന്നും ജീവിതം സുഖദുഃഖ സമൃദ്ധമാകുന്നുള്ള നെഗറ്റീവായിട്ടുള്ള പ്രോഗ്രാം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാനിപ്പോ ഒരു പുതിയൊരു ഗ്രൂപ്പ് തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന, കാരണം ലോകത്ത് കാശ് ഉണ്ടാക്കുന്ന വളരെ പാടായിട്ടുള്ള കാര്യങ്ങളല്ല, പ്രാക്ടിക്കലി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല, ഞാനൊരു റിയാലിറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഡു നോട്ട് വർക്ക് ഫോർ മണി, മേക്ക് മണി വർക്ക് ഫോർ യു. ഇനിഷ്യലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തും വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ, വാരൻ ബെഫറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് 90 വയസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരിക്കലും നിങ്ങൾ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകരുത്. നിങ്ങൾ തുടക്കത്തിൽ വർക്ക് ചെയ്തു, പക്ഷെ നിങ്ങൾ പണിയെടുക്കാതെയും വരുമാനം കൊണ്ടെത്തുന്ന മാർഗങ്ങളിലേക്ക് നമ്മൾ എത്തണം. ആളുകൾ ചെയ്യുന്നത് എന്താണ്? കാശ് എടുത്ത് അങ്ങോട്ട് FD ഇടും. FD ഒരു പച്ചയായ യാഥാർത്ഥ്യം എന്തറിയോ? ഒരു വർഷം 6% ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഇന്ത്യ പോലുള്ള രാജ്യത്തുണ്ടാകും. ഇന്ന് 1000 രൂപ ഉണ്ടെങ്കിൽ നാളെ 1060 രൂപ. അപ്പം റിട്ടേൺസ് പ്രതീക്ഷ, 6% ഇൻട്രസ്റ്റ് എടുത്ത് ജീവിക്കാന്ന് പറയുമ്പോൾ ആ എമൗണ്ടിന്റെ വാല്യൂ കുറയുകയാണ് വർഷം കഴിയുന്തോറും. അപ്പൊ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ അതിനത്രയും വാല്യൂ ഉണ്ടാവില്ല. ഇന്നത്തെ ഒരു കോടി രൂപയ്ക്ക് നാളെ ആ 1 കോടി രൂപയുടെ മൂല്യം ഉണ്ടാവില്ല, കാരണം ഇൻട്രസ്റ്റ് എടുത്താണല്ലോ ജീവിക്കുന്നത്.
അപ്പൊ ഞാൻ പറയുന്നത് അതിന് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പഠിക്കണം. ലോകത്തിന്റെ സാമ്പത്തിക ചക്രം എങ്ങനെയാണെന്ന് പഠിക്കണം. ഞാൻ ആരെയും നിസ്സാരമായി കാണുകയല്ല, ഇനി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. 4 സൈക്കിളാണുള്ളത്. ഒന്ന് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയിഡ്, ബിസിനസ്, ഇൻവെസ്റ്റ്. ഇതിൽ കൂടുതൽ കാശുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ്, കാരണം അവർ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. സെക്കൻഡ്, ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ്. 3, അതും രണ്ടും ഒക്കെ ഒരെയാണ്, സെൽഫ് എംപ്ലോയിഡ്, 4 എംപ്ലോയിഡ്. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ പൈസക്ക് സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുക. കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കടമുറകൾ കെട്ടി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അത് വളരെ സ്മാൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 5 ലക്ഷം രൂപ ചെറിയൊരു കട വയ്ക്കാം. അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് സ്മാൾ. വലുതിലൊക്കെ എത്തിപ്പിടിക്കാന്ന് നിങ്ങൾ വഴി ചെറിയ രീതിയിൽ തുടങ്ങുക. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ 1 ഇയറിന്റെ പ്രോപ്പർട്ടി വിറ്റ 3% കമ്മീഷനാണ്. 3 ലക്ഷം രൂപ. നമ്മളറിയാതെ ഇഷ്ടംപോലെ ആളുകൾ പേരുടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു നമ്മളിടയിൽ മധ്യസ്ഥത വഹിക്കുന്നു. പല രീതിയിൽ ഇപ്പൊ നിങ്ങൾ ഒരു ഓട്ടോ വാങ്ങിച്ച് വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെ പല രീതിയിലുണ്ട്. നമ്മൾ ഇൻവോൾവ് ചെയ്യാതെയുള്ള ക്യാഷ് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളത് നമ്മുടെ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഒരു വളരെ 141 രൂപ സ്റ്റോക്ക് വാങ്ങിച്ചാൽ റിസ്ക് ഫ്രീ ആയിട്ട്, ഗവൺമെന്റിന്റെ കമ്പനിയാണ്, 3.75 അതിന്റെ വാല്യൂ കൂടും. 3.75 മാസം മാസം നമുക്ക് കിട്ടും. അപ്പൊ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പൊ യൂട്യൂബിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഈ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കാരണം ആളുകൾക്ക് പലപ്പോഴും അറിയില്ല എങ്ങനെയാണ് കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. ഞാൻ ചാനലിലേക്ക് ടൈപ്പ് ചെയ്തേ, ഈ നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കറക്റ്റ് ആയി കൊടുക്കുന്നുണ്ടോ? മാനിഫെസ്റ്റേഷൻ അവിടെ നിന്നോട്ടെ, ചാനലിലേക്ക് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെനക്കെട്ട് സംസാരിച്ചില്ല. അപ്പൊ നിങ്ങളൊന്ന് ഇന്ററാക്ട് കൂടെ ചെയ്യൂ. ഒരുപാട് ഇൻഫർമേഷൻ പറഞ്ഞു തന്നില്ലേ ഞാൻ? ആരും ബുദ്ധിമുട്ട് ചാറ്റിലോട്ട് നിങ്ങൾ ആരും കാണാനൊന്നും പോകില്ല. ചാറ്റിൽ ടൈപ്പ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേ, സമയം കളയട്ടെ. ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യോ. ചാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിസിപ്പൻസിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംഭവം. ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് എങ്കിൽ എന്ന് പറയൂ, അതായിരിക്കും കുറച്ചുകൂടെ ആർക്കെങ്കിലും പറയാൻ. ഒന്ന് നിങ്ങൾ ഇത്രയും നേരം ഞാൻ ഒന്നും സംസാരിച്ചില്ലേ? തീർച്ചയായിട്ടും ഒരാൾ മൈക്ക് ഓൺ ചെയ്ത് ഒറ്റ ആൾ മതി മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചു. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ല, ഉണ്ടോ ഇല്ല, അത് ഒരാൾക്ക് പറയാം. അത് പേടിച്ച ആളുകൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുന്ന സംശയം. ഒരാളൊന്ന് മൈക്ക് ഓൺ ചെയ്തേ, ധൈര്യസമേതം കംഫർട്ട് സോൺ ഒന്ന് ബ്രേക്ക് ചെയ്തേ. ഇല്ല, കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 100%. അപ്പൊ ഞാൻ ഈ ഓഫ് ചെയ്തോളൂ തീർച്ചയായിട്ടും. കാരണം ഇദ്ദേഹം ഇപ്പൊ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഗ്രൂപ്പിൽ പെട്ടെന്ന് ഞാൻ വിളിക്കും എന്റെ സൗണ്ട് കേട്ടാലോ. സുഹൃത്തുക്കളെ, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന കാര്യം എന്ന് വെച്ചാല്, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന 1-ാമത്തെ വീഡിയോയും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന 10-ാമത്തെ വീഡിയോയും തമ്മിൽ നിങ്ങളുടെ കോൺഫിഡൻസിൽ ചേഞ്ച് ഉണ്ടാവും. കാരണം അതാണ് നിങ്ങൾ സബ് കോൺഷ്യസ്ലി പ്രോഗ്രാമിംഗ് ആണ്. നാടകം എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാൻ പേടിയുണ്ടായിരുന്ന ഒരാൾ ഒരു വളരെ സപ്പോർട്ടിംഗ് ആയിട്ടൊരു ഒരു ഡയറക്ടർ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആരോമല നീ കോൺസെൻട്രേറ്റ് ചെയ്യല്ലേ. നമ്മുടെ എല്ലായിടത്തും പറഞ്ഞു നീ കോൺസെൻട്രേറ്റ് ചെയ്യും, നീ ഓഡിയൻസിനെ നോക്കണ്ട, നീ ആ ക്യാരക്ടർ ശ്രദ്ധിക്ക്. ഞാൻ ഓഡിയൻസിന് നമ്മൾ ആരും കണ്ടില്ല, ഒന്നും കണ്ടില്ല. നമ്മൾ അത്രത്തോളം പെർഫോം ചെയ്ത് യൂണിവേഴ്സിറ്റി തേർഡ് വാങ്ങിച്ചു. ഇന്നേ വരെ നാടകം അയാളുടെ സപ്പോർട്ട്, അയാളാണ് അതിന്റെ ബേസ്, നമ്മൾ ആരും അതിൽ ഉത്തരവാദിയല്ല. എങ്കിലും ഞാൻ പറയുന്നു, അപ്പൊ എല്ലാവർക്കും എന്തും ചെയ്യാൻ പറ്റും. നമ്മുടെ സബ് കോൺഷ്യസ് ഒന്ന് ആലോചിച്ച്, ഈ ജീവിതം തന്നെ റിസ്ക് ആണ്, ജനിച്ചത് തന്നെ റിസ്ക് ആണ്. മില്യൺ കണക്കിന് സ്പേംസുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മളുടെ ആ പുരുഷ ബീജങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് പുരുഷന്റെ ഇതില്. അവരെയൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഒരു ഓവമായിട്ട് ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ശരിയല്ലേ? എസോർണോ ചാനൽ ടൈപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ജനിച്ചത് തന്നെ റിസ്ക്. നാളെ നമ്മൾ മരിക്കുവോ, നാളെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇന്നലെ എന്ന് പറയുന്ന ഒരു സത്യമാണ്, ഇന്ന് എന്ന് പറയുന്നത് ഒരു സത്യമാണ്, നാളെ എന്ന് പറയുന്നൊരു കള്ളമാണ്. നാളെ ആകുമ്പോഴേ നാളെ ആവും. ഓരോ നിമിഷം നിങ്ങൾ ഉജ്ജ്വലമായിട്ട് ജീവിച്ചു തീർക്ക്. ഈ ഭൂമിയിൽ നമുക്ക് എത്ര ടൈം ആണെന്ന് നമുക്ക് അറിയില്ല. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സ്ത്രീകളാണെങ്കിൽ ഹൗസ് വൈഫായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ അടുക്കളയിലൊന്നും ഒതുങ്ങി പോകരുത്. കുട്ടി ഫാമിലി, ഒരു കല്യാണം കഴിഞ്ഞ പിന്നെ ഫാമിലി അല്ല, നിങ്ങളും പ്രിഫറൻസ് ഉണ്ടാവണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലാവും? കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. നമ്മൾ വെറുതെ ഒതുങ്ങിപ്പോ, കാരണം ലൈഫ് ലിമിറ്റഡ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ആളുകളെ സ്നേഹിക്കുക, ചാരിറ്റി ചെയ്യുക. അപ്പൊ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ലോകമെന്ന് പറയുന്നത് നമ്മൾക്ക്
എളുപ്പത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മീനെ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തുരന്നു പോകാനായിട്ട് സാധിക്കണം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായതുകൊണ്ടാണ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഉപബോധ മനസ്സിൽ ഡീപ്പായിട്ട് കടിഞ്ഞുകൂടി കിടക്കുന്ന നെഗറ്റീവ് തോട്ട് പ്രോസസ്സുകളെ നിങ്ങൾ ഹീൽ ചെയ്ത് കളയാത്തതുകൊണ്ടാണ്. നമ്മുടെ ഒരു ക്ലയന്റ് ഹീൽ ചെയ്തപ്പോൾ പെയ്ഡ് ക്ലാസ്സിൽ ജോബ് നഷ്ടപ്പെട്ടു, പുതിയൊരു ജോബ് കിട്ടി, കിട്ടാനുള്ള പൈസ ഉണ്ടായി, രണ്ടോളം ജോബ് ഓഫർ വന്ന് പുറത്തു പോയി. അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പം ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും വെള്ളം ഒഴുകുന്നത് പോലെ നമുക്ക് കിട്ടുമെന്നുള്ള പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിന് കഷ്ടപ്പെടണം? നമ്മൾ എന്തിനു ദുഃഖിക്കണം? ദുഃഖിച്ചാൽ ജീവിതം വീണ്ടും വീണ്ടും താഴോട്ട് പോകുന്ന ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ബുദ്ധിക്കണം? നമ്മൾ എന്തിനു നമ്മളെ തന്നെ കുത്തണം? യെസ് ഓർ നോ? ശരിയല്ലേ? ഈ ലോകം അതാണ്. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം ദുഃഖിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ജീവിതം ദിവസം കഴിയും തോറും താഴോട്ടേ പോകും. അങ്ങനെ ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതൊരു പ്രപഞ്ച സത്യമാണ്. ഒരു കല്ല് താഴോട്ട് വീഴുന്ന പോലെ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണം? നിങ്ങൾ ഫാമിലിയിൽ എന്തുകൊണ്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണം? നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാറാതെ വീണ്ടും വീണ്ടും പ്രോബ്ലമായ അഡിക്ഷനിലേക്ക് പോകണം? നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മാറുമെന്നുള്ള ലോകമുള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സ്ട്രഗിൾ ചെയ്യണം? ഈ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നുമല്ല. ഇതൊരു സത്യം പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പള്ളികളും എല്ലാ മതങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തത്വമസി അത് നീയാകുന്നു. നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതം സംഭവിക്കുന്നു. ബൈബിളിൽ പറയുന്നു. അൽഹംദുലില്ലാ എന്ന് പറയുന്നു. വളരെ ആപ്തവാക്യമാണ്. എല്ലാ മതങ്ങളും നല്ല ഈക്വലി കാണുന്നു. ബട്ട് ഈ അൽഹംദുലില്ല എന്നല്ല, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പൊ എല്ലാ മതങ്ങളും ഒന്നു ചേരുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന നീയാണ് ദൈവം എന്നുള്ളതാണ്. അല്ലെ? ഹിന്ദുവുണ്ട്, ക്രൈസ്തവനുണ്ട്, മുസൽമാനുണ്ട്. ആരും വിഭിന്നനല്ല. നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ ചോരയും നീരും മാത്രമാണുള്ളത്. അകത്ത് പോയി കഴിഞ്ഞാൽ രക്തം മാത്രമല്ല. ഒരു മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷെ എല്ലാവരെയും മാനവികതരായി കാണും. കാരണം വാട്ട് യു തിങ്ക് യു ബിക്കം, ഇവിടെ സ്വർഗമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ തന്നെ വെറുതെ? കാരണം അൺകണ്ടീഷണൽ ലവ് നമ്മുടെ പേഡ് ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും അൺകണ്ടീഷണൽ സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുള്ളൂ. നിങ്ങൾ ഒരു മനുഷ്യനുമായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എഴുതി തരാൻ നിങ്ങൾക്ക് സ്ട്രഗിൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമാവുന്നെങ്കിൽ അയാളുടെ ചിന്ത യാഥാർത്ഥ്യമായി മാറണ്ടേ? അവിടെയാണ് പ്രാക്കൊക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രാക്കൊക്കെ കൂടോത്രമാണ്, എന്തോ സിദ്ധിയാണ്, മറ്റേത് കുഴിച്ചു അല്ല, ഇത് ജസ്റ്റ് ചിന്തകളാണ്. അപ്പൊ മറ്റുള്ള മനുഷ്യന്റെ മനസ്സിൽ നിങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇടയാക്കുന്നത്, മറ്റുള്ള മനുഷ്യന് ഗുരുത്വം എന്താണ്? അവരുടെ തോട്ട് പ്രോസസ് പ്രപഞ്ചത്തിലേക്ക് പോകുന്നതിനെയാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ശരിയല്ലേ? വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളായിത്തീരുന്നു. നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ ചിന്തിക്കുന്ന ആയിത്തീരുന്നേ. എസ് ഓർ നോ? അപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. ഡീപ്പായിട്ട് നമ്മുടെ ഇതുപോലുള്ള ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ, ഫ്രീ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. അതിന് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൂടാതെ നമ്മുടെ പെയ്ഡ് ക്ലാസ് ഹീലിങ്സ് ഒക്കെ പ്രത്യേകിച്ച് നടത്തുന്ന, നെഗറ്റീവ് തോട്ട് പ്രോസസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്ന, എങ്ങനെ ശരിയായി ചിന്തിക്കാൻ ഒരു സിസ്റ്റം തയ്യാറാക്കി തന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അലൈൻമെന്റ് 3-4-5 കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരും ലൈഫ് ചേഞ്ച് ചെയ്യട്ടെ. വാട്ട് യു തിങ്ക് യു ബിക്കം. നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ഈ ലോകത്ത് സമയം എന്ന് പറയുന്ന കാര്യം ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഉജ്ജ്വലമായിട്ട് ജീവിച്ചു തീർക്കുക. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു.